കിഡ്നാപ്പർ അടുത്ത ആളെ തട്ടിക്കൊണ്ടുപോയിട്ട് ക്ലൂ പോലീസ് പാർട്ടി നടക്കുന്ന ഹോട്ടലിലാണ് വെച്ചിരിക്കുന്നതെന്നറിഞ്ഞ് മോർഗൻ അങ്ങോട്ട് എന്ന് പരിശോധിക്കുന്നു. അവിടെ ഒരു സ്ട്രോളറിൽ 3 പാവക്കുട്ടികൾ വെച്ചിരുന്നു. അത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് പരിശോധിച്ചെങ്കിലും മോർഗന് യാതൊരു ക്ലൂവും കിട്ടുന്നില്ല. പിന്നീട് ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കണ്ടുപിടിച്ച് കാനഡക്കും മോർഗനും അവളുടെ വീട്ടിലെത്തി പരിശോധിക്കുന്നു. അവിടെ ആകെ അലങ്കോലായി കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ഷെൽഫിന്റെ സ്ഥാനം കണ്ട് മോർഗന് സംശയമാവുന്നു. കാരണം അടുത്തുള്ള അലമാരയുടെ വാതിൽ തുറക്കുമ്പോൾ തൊട്ടു മുമ്പിലുള്ള ആ ഷെൽഫിൽ ഇടിക്കും. അതിനർത്ഥം ആ ഷെൽഫ് തള്ളി മാറ്റിയിട്ടുണ്ട്. മോർഗൻ വേഗം കാനഡക്കിനോട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ജനാലയുടെ ബ്ലൈൻഡർ അടയ്ക്കുന്നു. അപ്പൊ മുറിയുടെ ഇരുട്ടിൽ ഭിത്തിയിൽ ഫ്ലൂറസെന്റ് മഷിയിൽ നിങ്ങൾക്ക് ഇരുട്ടിൽ പറയാൻ പറ്റില്ല എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നു. അതിനർത്ഥം എന്തായിരിക്കും എന്ന് ആലോചിച്ച് മോർഗൻ പെട്ടെന്ന് എന്തോ മനസ്സിലാക്കി പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ചെന്ന് ആ പാവക്കുട്ടികളെ വീണ്ടും പരിശോധിക്കുന്നു. അതിലുള്ള ക്ലൂ ആ പാവക്കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന സൈൻ ലാംഗ്വേജ് ആയിരുന്നു. അങ്ങനെ അത് വെച്ച് കിഡ്നാപ്പർ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയിരിക്കുന്ന സ്ഥലം അവർ മനസ്സിലാക്കുന്നു. പിന്നീട് അവർ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ടൈമർ ഓടുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു വലിയ ലോക്കറും. ആ ലോക്കറിന്റെ അകത്തായിരുന്നു കിഡ്നാപ്പർ അവളെ തട്ടിക്കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരുന്നത്. ടൈമറിന് അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇനിയും സമയം കൂടിയാൽ ശ്വാസം മുട്ടി മരിച്ചു പോകും. അപ്പോൾ അവിടെ ഭിത്തിയിലുള്ള കുറെ ചിത്രങ്ങൾ കണ്ട മോർഗൻ ആ ലോക്കർ തുറക്കാനുള്ള ക്ലൂ അതിലാണ് കിഡ്നാപ്പർ തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ മോർഗൻ ആ പസിൽ സോൾവ് ചെയ്ത് ലോക്കർ തുറന്ന് അതിനകത്തുള്ള പെൺകുട്ടിയെ രക്ഷിക്കാൻ പറ്റുമോ? പോലീസുകാരോട് ഈ ഗെയിം എല്ലാം കളിക്കുന്ന കിഡ്നാപ്പർ ആരാണ്? അയാളെ പിടിക്കാൻ LAPD ടീമിനൊപ്പം മോർഗന് കഴിയുമോ? ഇതെല്ലാം അറിയാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ ഈ 1ാം സീസണിലെ അവസാന എപ്പിസോഡിന്റെ മുഴുവൻ കഥ കേട്ടാൽ മതി. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.